ശനിയാഴ്ച ദിവസത്തെ എൻ്റെ കുറച്ച് വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. പതിവ് പോലെ തന്നെ ഞാൻ എൻ്റെ ക്യാമറയായിട്ട് രാവിലെ തന്നെ ബാൽക്കണിയിലോട്ട് വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങി കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് വീഡിയോസൊക്കെ എടുക്കുമ്പോൾ എനിക്ക് നല്ലൊരു മോട്ടിവേഷനും ഒരു പോസിറ്റീവ് എനർജിയൊക്കെ ഉണ്ടാകാറുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ നേരെ നമ്മുടെ കിച്ചണിലോട്ട് പോയി. നമ്മുടെ കിച്ചണിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ ചെയ്തു വെച്ചു കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കിന്ന് വർക്കിംഗ് ഡേ ആണ്. അപ്പോൾ നേരത്തെ ജോലിയൊക്കെ ചെയ്ത് വെക്കുകയാണെങ്കിൽ എനിക്ക് കുറച്ച് സമയം വെറുതെ ഇരിക്കാൻ പറ്റും. പിന്നെ എനിക്കൊന്ന് പുറത്തൊക്കെ പോകണം. അതുകൊണ്ട് ഞാൻ നേരത്തെ തന്നെ എല്ലാം ചെയ്തു വെച്ചു കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ തക്കാളി ചട്നിയും അതുപോലെ തന്നെ ദോശയാണ് കേട്ടോ ഉണ്ടാക്കാൻ തീരുമാനിച്ചത്. പിന്നെ ഞാൻ ഓൾറെഡി റെഡ് റൈസൊക്കെ വെച്ചു. അതുപോലെ തന്നെ ക്യാബേജിൻ്റെ ഒരു മെഴുക്ക് പുരട്ടി പോലെ ഉണ്ടാക്കി വെച്ചു. പിന്നെ ഫ്രിഡ്ജിനകത്ത് എനിക്ക് കുറച്ച് ഡാൽ കറി ഇന്നലത്തെ ഇരിപ്പുണ്ട്. അതുകൊണ്ട് ഇനി പുതിയതായിട്ടൊന്നും ഉണ്ടാക്കണ്ട കേട്ടോ. അത് കഴിഞ്ഞ് ഇന്ന് ദോശ നമുക്ക് ചുട്ട് തരുന്നത് നമ്മുടെ അരവിന്ദ് ചേട്ടനാണ്. അരവിന്ദ് ചേട്ടൻ നല്ല അടിപൊളിയായിട്ട് ക്രിസ്പി ദോശ നമുക്ക് ഉണ്ടാക്കും. അപ്പം ഞാൻ നല്ല ആസ്വദിച്ച് നല്ല കാപ്പി നല്ലൊരു സ്ട്രോങ് കോഫിയും ദോശയും അതുപോലെ തന്നെ തക്കാളി ചട്നിയും ചമ്മന്തിപ്പൊടിയൊക്കെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. അപ്പോൾ ആ സമയത്ത് അതും അവിടെ പാലൊക്കെ കുടിച്ച് അവിടെ ഓടിക്കളിച്ച് നടപ്പുണ്ട്. അപ്പോഴത്തേക്ക് നമ്മൾ ഓർഡർ ചെയ്ത ചിക്കൻ വന്നു കേട്ടോ. അപ്പോൾ ഇന്ന് സ്പെഷ്യലായിട്ട് ഞാൻ വിചാരിച്ചു ചിക്കൻ്റെ ഒരു അൽഫാം ഉണ്ടാക്കാമെന്ന്. അപ്പോൾ അതിൻ്റെ റെസിപ്പിയൊന്നും എനിക്കറിയത്തില്ല. ഞാനിങ്ങനെ ഇൻസ്റ്റഗ്രാമിലും അതുപോലെ തന്നെ ഷോർട്സിലും ഒക്കെ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ ഇങ്ങനത്തെ രീതിയിൽ ഇങ്ങനെ തക്കാളിയും അതുപോലെ തന്നെ മല്ലിയിലയൊക്കെ അരച്ചിട്ട് ഒരു അൽഫാം രീതിയിൽ ഒരു ചിക്കൻ ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കി കേട്ടോ. അപ്പോൾ ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തത് നമ്മുടെ എയർ ഫ്രയറിലായിരുന്നു, അധികം എണ്ണയൊന്നുമില്ലാതെ. പിന്നെ അതിന് കോമ്പിനേഷനായിട്ട് ഞാനൊരു മയോനൈസൂടെ ഉണ്ടാക്കി വെച്ചു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ വീഡിയോസൊന്നും എനിക്ക് കാര്യമായിട്ട് എടുക്കാനില്ലായിരുന്നു. നമ്മൾ നേരെ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഫോറം മാളിലോട്ട് പോയി കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം അവിടുത്തെ ക്രിസ്മസ് ന്യൂ ഇയർ തീമായിരുന്നു കേട്ടോ. ഞാൻ ന്യൂ ഇയർ ആയിട്ടൊന്നും മാളിലോട്ട് പോയിട്ടേ ഉണ്ടായിരുന്നില്ല. ഞാൻ നാട്ടിലൊക്കെ ആയതുകൊണ്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അവിടുത്തെ ഡെക്കറേഷൻസൊക്കെ കാണാനായിട്ട്. അപ്പോൾ ഈ മാനിൻ്റെ പുറത്തിരിക്കാൻ വേണ്ടിയിട്ട് അത് ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു. അപ്പോൾ അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ ശനിയാഴ്ച വിശേഷം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.